Hello everyone, welcome back to yet another video in this series Learn English through Newspapers. ഇംഗ്ലീഷ് പത്രവായനയിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഈ കോഴ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക്, അതായത് 33ാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർത്തയാണ്. പ്രധാനപ്പെട്ട കുറേയേറെ വൊക്കാബുലറി നമുക്ക് ഈ അധ്യായത്തിലൂടെ പഠിക്കാൻ സാധിക്കും. നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടക്കാം. വാർത്ത വായിക്കാം. 3 senior officers taken off posts as army probes civilian deaths. ഇതാണ് ഈ ന്യൂസിൻ്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഹെഡ്ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. 3 senior officers, 3 സുപ്രധാനമായ പ്രധാനപ്പെട്ട ഓഫീസേഴ്സ്, ഉദ്യോഗസ്ഥർ, 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ടേക്കൺ ഓഫ്. ടേക്കൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് എന്ന് പറയില്ലേ, അതായത് റിമൂവ് എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക. അവരുടെ പോസ്റ്റുകളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. 3 senior officers were taken off. അവർ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടു. 3 സുപ്രധാന ഉദ്യോഗസ്ഥർ. ഓക്കെ, ടേക്കൺ ഓഫ് പോസ്റ്റസ്. എപ്പോൾ ആസ് എന്ന് പറയുന്നത് പത്രത്തിൻ്റെ ഹെഡ്ലൈനുകളിൽ വെൻ എന്ന് പറയുന്ന കൺജങ്ഷന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളത് വെൻ വെച്ചുകൊണ്ടൊന്ന് വായിച്ചു നോക്കി, അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവും. വെൻ ആർമി പ്രോബ്സ്. പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ്, അന്വേഷിക്കുക. എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ഓർ അന്വേഷിക്കുക? ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ് പ്രോബിൻ്റെ മീനിങ്. ഓക്കെ, വെൻ ആർമി പ്രോബ്സ് സിവിലിയൻ ഡെത്ത്സ്. സിവിലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ സിറ്റിസൻസ് ആണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതായത് നോൺ മിലിറ്ററി പേഴ്സൺസ്, മിലിറ്ററി പേഴ്സൺസ് അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് നമ്മളെപ്പോഴും സിവിലിയൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ സിവിലിയൻ ഡെത്ത്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ആർമി പ്രോബ്സ്, ദാറ്റ് മീൻസ് ആർമി ഇൻവെസ്റ്റിഗേറ്റ്സ്. ആർമി അന്വേഷിക്കുമ്പോൾ, ആർമി അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? 3 സുപ്രധാന ഓഫീസേഴ്സിനെ അവരുടെ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി. ഇനി നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ന്യൂസ് 3 senior officers taken off posts as army probes civilian deaths എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തൊട്ട് താഴെ തന്നിട്ടുണ്ട്. നമുക്കത് ഈ വാർത്തയുടെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് വാർത്തയിലേക്ക് നേരിട്ട് കിടക്കാം. ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ്. ഇവിടെ നോക്കിയേ, 3 officers including the brigadier in charge in Poonch district of Jammu and Kashmir have been attached with a local unit pending inquiry into the deaths of 3 civilians detained by the army, reported on December 22. എന്താ ഈ പറഞ്ഞിരിക്കുന്നത്? 3 officers, 3 ഉദ്യോഗസ്ഥർ, ഇൻക്ലൂഡിങ് ദ ബ്രിഗേഡിയർ ഇൻ ചാർജ്. ബ്രിഗേഡിയർ ഇൻ ചാർജർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥർ. എവിടെയാ? പൂഞ്ച് ജില്ലയിൽ, ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഹാവ് ബീൻ അറ്റാച്ച് ചെയ്യപ്പെട്ടു. അറ്റാച്ച്ഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വേർഡ് ഉണ്ടല്ലോ, റിമൂവ് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ടേക്ക് ഓഫ്, ആ അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അറ്റാച്ച് എന്ന് പറയുന്നത്. ഇത് നോർമൽ കേസിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു സൈനിക വേർഡാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ വേർഡാണ്. സൈന്യത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ വേർഡാണ് ഈ വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അറ്റാച്ച്ഡ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ വേർഡാണ്. സൈനികർക്കിടയിൽ ഒരു സ്ഥാനത്തു നിന്നും ഒരാളെ മാറ്റി നിർത്തുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അറ്റാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ അറ്റാച്ച് ചെയ്യപ്പെട്ടു. വിത്ത് എ ലോക്കൽ യൂണിറ്റ് പെൻഡിങ് ഇൻക്വയറി ഇൻ ടു ദ ഡെത്ത്സ് ഓഫ് 3 സിവിലിയൻസ്. 3 സിവിലിയൻസിൻ്റെ, പൗരന്മാരുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഒരു ലോക്കൽ യൂണിറ്റിലേക്ക് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തി. ഡീറ്റെയിൻഡ് ബൈ ദ ആർമി, റിപ്പോർട്ടഡ് ഓൺ December 22. ഈ പറഞ്ഞ എന്താണ്? ഡിസംബർ 22-ാം തീയതി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 3 സിവിലിയൻസിൻ്റെ മരണം. എങ്ങനെയാണ് മരിച്ചത്? ഡിറ്റെയിൻഡ് ബൈ ആർമി, അതായത് ആർമി പിടിച്ചു വെച്ച, കസ്റ്റഡിയിലെടുത്തു വെച്ച 3 സിവിലിയൻസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പെൻഡിങ് ഇൻക്വയറി. ആ ഇൻക്വയറിയുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ 3 ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സംഗതി മനസ്സിലായല്ലോ? ഓക്കെ, ഡിറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കസ്റ്റഡിയിലെടുക്കുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഡിറ്റെയിൻ. ഓക്കെ, കസ്റ്റഡിയിലെടുക്കുക. ഡിറ്റെയിൻ എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിലെടുക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കുക. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അറ്റാച്ച്മെൻറ്റ് മീൻസ് ബീങ് റിമൂവ്ഡ് ഫ്രം ദ പോസ്റ്റ് to ensure an impartial investigation.
അതായത് ഒരു ഇമ്പാർഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്. ഇമ്പാർഷ്യൽ എന്നാൽ എന്താണ്? അൺബയാസ്ഡ് ആയിട്ടുള്ള നിഷ്പക്ഷമായ ഇൻവെസ്റ്റിഗേഷൻ മീൻസ് അന്വേഷണം. അപ്പോൾ നിഷ്പക്ഷമായ അന്വേഷണത്തിന് ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണത്തിൻ്റെ ഇമ്പാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഉറപ്പുവരുത്തുന്നതിന് എൻഷുവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റിൽ നിന്നും ആ ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യുന്നതാണ് എന്ത്? അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈനിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഈ വേർഡിനെ വിശദമാക്കി തന്നിരിക്കുകയാണ് ഈ പാരഗ്രാഫിലൂടെ. ദ ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഹാവ് ഓൾറെഡി രജിസ്റ്റേർഡ് എ മർഡർ കേസ്. ജമ്മു കാശ്മീർ പോലീസ് നേരത്തെ തന്നെ ഒരു മർഡർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് അൺഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാത്ത. ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഹാവ് ഓൾറെഡി രജിസ്റ്റേർഡ് എ മർഡർ കേസ് അഗെയിൻസ്റ്റ് അൺഐഡൻറ്റിഫൈഡ് പേഴ്സൺസ് ഓഫ് ദ. അപ്പോൾ എത്ര ആളെന്ന് പറഞ്ഞിട്ടില്ല, തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾക്ക് എതിരെ കേസ് എടുത്തിട്ടുണ്ട് ജമ്മു ആൻഡ് കാശ്മീർ പോലീസ്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. എമിഡ് എന്ന് പറഞ്ഞാൽ ഇടയിൽ, അതിനിടയിൽ, അങ്ങനെ ഇരിക്കെ. ദ പ്രിവെയിലിംഗ് ടെൻഷൻസ്. എന്താണ് പ്രിവെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രിവെയിലിംഗ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന. അപ്പോൾ എമിഡ് ദ പ്രിവെയിലിംഗ് ടെൻഷൻസ്, അവിടെ നിലനിൽക്കുന്ന സംഘർഷം. ടെൻഷൻസ് മീൻസ് സംഘർഷം. സംഘർഷങ്ങൾക്കിടയിൽ, അവിടെ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ദ ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ സീനിയർ ആയിട്ടുള്ള ആർമി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതുപോലെ ജനറൽ മനോജ് പാണ്ഡെയും വിസിറ്റഡ് ദ പൂഞ്ച് സെക്ടർ ഓൺ മൺഡേ. തിങ്കളാഴ്ച പൂഞ്ച് സെക്ടർ സന്ദർശിച്ചു. ആൻഡ് വാസ് ഗിവൺ ആൻ അപ്ഡേറ്റ്, എന്നിട്ടൊരു അപ്ഡേറ്റ് നൽകുകയും ചെയ്തു ഓൺ ദ സെക്യൂരിറ്റി സിറ്റുവേഷൻ. അതായത് അവിടെയുള്ള സെക്യൂരിറ്റി സിറ്റുവേഷൻ്റെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് അവർ അപ്ഡേറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി മുമ്പോട്ട് പോകാം. ദ 3 officers ഹാവ് ബീൻ അറ്റാച്ച്ഡ് ആസ് പെർ പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൻ്റെ അടിസ്ഥാനത്തിലാണ്, നടപടിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന 3 ഓഫീസേഴ്സിനെയും മാറ്റിയിട്ടുള്ളത്. വൈൽ ആൻ ആർമി ഇൻക്വയറി ഈസ് അണ്ടർ വേ. എപ്പോഴാണ്? വൈൽ ആൻ ആർമി ഇൻക്വയറി ഈസ് അണ്ടർ വേ, സൈനിക അന്വേഷണം പുരോഗമിക്കുമ്പോൾ. അണ്ടർ വേ എന്ന് പറഞ്ഞാൽ പുരോഗമിക്കുക. ഓക്കെ, ഓൺ ഗോയിങ് ആയിട്ടുള്ള കാര്യം, അണ്ടർ വേ, പുരോഗതിയിലുള്ള. ഓക്കെ, അപ്പോൾ പുരോഗമിക്കുമ്പോൾ, അന്വേഷണം പുരോഗമിക്കുമ്പോൾ. 2 sources ഇൻഡിപെൻഡൻ്റ്ലി കൺഫേംഡ്. 2 വൃത്തങ്ങൾ സ്വതന്ത്രമായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഓൾ 3 were attached to the നഗ്രോട്ട ബേസ്ഡ് 16 corps. അപ്പോൾ സൈന്യത്തിൻ്റെ നഗ്രോട്ട ബേസ്ഡ് 16 corpsലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. അനദർ സോഴ്സ് സെറ്റ്, മറ്റൊരു വൃത്തം പറഞ്ഞു. ദ ഓഫീസേഴ്സ് ആർ ദ ബ്രിഗേഡ് കമാൻഡർ. ഈ ഓഫീസേഴ്സ് ആരൊക്കെയാണ്? ഒരു ബ്രിഗേഡ് കമാൻഡർ ഉണ്ട്, അതുപോലെ ദ കമാൻഡിങ് ഓഫീസറുണ്ട്, ആൻഡ് ദ സെക്കൻഡ് ഇൻ കമാൻഡറുണ്ട്. ഈ പറയുന്ന 3 സ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയിട്ടുള്ളത്. ഓഫ് ദ യൂണിറ്റ് കൺസേൺഡ്, ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഈ 3 ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയിട്ടുള്ളത്. ഇറ്റ് ഹാസ് ബീൻ ലേൺഡ് എന്ന് പറഞ്ഞ ഇതൊരു ഫ്രേസാണ്. ദറ്റ് മീൻസ് എന്ന് മനസ്സിലാക്കപ്പെടുന്നു. ഇറ്റ് ഹാസ് ബീൻ ലേൺഡ് എന്ന് മനസ്സിലാക്കപ്പെടുന്നു. ആര്? റിപ്പോർട്ടർ മനസ്സിലാക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി സെർച്ച് കണ്ടിന്യൂസ്, അതായത് സെർച്ച്, അന്വേഷണം തുടരുന്നു. മീൻ വൈൽ, അതിനിടയിൽ. സെർച്ച് ഓപ്പറേഷൻ, അതായത് ഒരു അന്വേഷണ പ്രവർത്തനം, നടപടി നടക്കുകയാണ്. എന്തിന്? ടു നാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടികൂടുക എന്നാണ്. ടു ക്യാച്ച്. നാബ് എന്ന് പറഞ്ഞാൽ ടു ക്യാച്ച് അല്ലെങ്കിൽ പിടികൂടുക എന്നാണ് അർത്ഥം. പിടികൂടുക. ഓക്കെ, ദോസ് റെസ്പോൺസിബിൾ ഫോർ ഫയറിംഗ് ഓൺ ദ ആർമി വെഹിക്കിൾസ് ഇസ് സ്റ്റിൽ ഓൺ. അതായത് ആർമി വെഹിക്കിൾസിൽ വെടിവെച്ച, ഫയറിംഗ് ചെയ്ത, ഓക്കെ, ദോസ് ഹൂ ആർ റെസ്പോൺസിബിൾ ഫോർ ഫയറിംഗ് ഓൺ ദ ആർമി വെഹിക്കിൾസ് ഇസ് സ്റ്റിൽ ഓൺ. സൈനിക വാഹനത്തിൽ വെടിയുതിർത്ത ഉത്തരവാദിയായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സെർച്ച് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, എന്തിനാ? അവരെ പിടികൂടാൻ. ടു നാബ്, അവരെ പിടികൂടാൻ വേണ്ടിയിട്ട്. 8 men ഫ്രം ദ ട്രൈബൽ ഗുജ്ജാർ ബക്കർവാൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ട്രൈബൽ മേഖലയിലെ 8 ആളുകൾ were detained. അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഓക്കെ, ദ ആർമി ഫോളോയിങ് ആൻ അറ്റാക്ക് ഓൺ 2 vehicles carrying troops around 3:45 PM on December 21 in the പൂഞ്ച് രജൌരി ഏരിയ. അതായത് പൂഞ്ച് രജൌരി ഏരിയയിൽ ഡിസംബർ 21 വൈകിട്ട് 3 മണിക്ക് 2 വെഹിക്കിൾസ്, ആർമി വെഹിക്കിൾസ്, സൈന്യത്തിൻ്റെ 2 വാഹനങ്ങൾ, ക്യാരിങ് ട്രൂപ്സ്, സൈന്യവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൈന്യത്തെ കൊണ്ടുപോയിരുന്ന വെഹിക്കിൾസ് അല്ലേ, ആ വെഹിക്കിൾസ്
വിച്ച് റിസൾട്ടഡ് ഇൻ ദ ഡെത്ത്സ് ഓഫ് 4 സോൾജേഴ്സ്. 4 സൈനികരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഈ വെഹിക്കിൾസ് അത് അറ്റാക്ക് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ 8 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ദേ ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് നായക് ബീരേന്ദ്ര. അതായത് നേരത്തെ പറഞ്ഞ 4 സൈനികർ മരിച്ചല്ലോ, അത് ആരൊക്കെയാണെന്നാണ് ഐഡൻറ്റിഫൈഡ് തിരിച്ചറിഞ്ഞത്? നായക് ബീരേന്ദ്ര സിംഗ്, നായക് കരൺ കുമാർ, റൈഫിൾമാൻ ചന്ദൻ കുമാർ ആൻഡ് റൈഫിൾമാൻ ഗൗതം കുമാർ. ദ ട്രൂപ്സ് വേർ ഹെഡിങ് ടു. സൈന്യം എങ്ങോട്ട് പോവുകയായിരുന്നു? ഹെഡിങ് ടു എന്ന് പറഞ്ഞാൽ പോവുകയായിരുന്നു. ഹെഡിങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട വേർഡാണ്. ഓക്കെ, ഹെഡിങ് ടു എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോവുകയായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ഓപ്പറേഷണൽ ഏരിയയിലേക്ക് പോവുകയായിരുന്നു. ആ ഓപ്പറേഷൻ ഏരിയ എന്ന് പറയുന്നത് ഏരിയ അറ്റ് തനമണ്ടി ഇൻ രജൗരിയിലെ തന്നെ തനമണ്ടി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷണൽ ഏരിയയിലേക്ക് അവർ പോവുകയായിരുന്നു. ഓക്കെ, വേർ ആൻ എൻകൗണ്ടർ വാസ് ഓൺ സിൻസ് ദ നൈറ്റ് ഓഫ് ഡിസംബർ 20 തീയതി രാത്രിയായിരുന്നു എന്ത് സംഭവിച്ചത്? ആ എൻകൗണ്ടർ, ഏറ്റുമുട്ടൽ സംഭവിച്ചത്. ഓക്കെ, ഇനി മുമ്പോട്ട് പോകാം. 29 സെക്കൻഡ് വീഡിയോ, 29 സെക്കൻഡുള്ള വീഡിയോയിൽ ദാറ്റ് വെൻ വൈറൽ, അത് വൈറലായിട്ടുണ്ട് ഓൺ സോഷ്യൽ മീഡിയയിൽ ഷോർട്ട് പേഴ്സൺസ്. സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയിൽ ഷോർട്ട് പേഴ്സൺസ് ബിലീവ്ഡ് ടു ബി ആർമി പേഴ്സൺ, സൈനികരെന്ന് വിശ്വസിക്കപ്പെടുന്ന, ബിലീവ്ഡ് ടു ബി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കപ്പെടുന്ന ഷോർട്ട് പേഴ്സൺസ്, അതിനകത്ത് കാണിക്കുന്ന ആളുകൾ ആരാ? ബിലീവ്ഡ് ടു ആർമി പേഴ്സൺ എന്ന് തോന്നിപ്പിക്കുന്ന എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ സ്ട്രിപ്പിംഗ് 3 men, 3 ആളുകളെ വിവസ്ത്രരാക്കി, വസ്ത്രം ഉരിയുന്നതിനെയാണ് സ്ട്രിപ്പ് എന്ന് പറയുക. സ്ട്രിപ്പിംഗ് 3 men, 3 ആളുകളെ വസ്ത്രം ഉരിഞ്ഞ്. ആൻഡ് സ്പ്രിംഗ്ലിംഗ് മീൻസ് വെതറുക. എന്ത് വെതറുക? സ്പ്രിംഗ്ലിംഗ് ചില്ലി പൗഡർ, മുളക് പൊടി ഓൺ ദം. അതായത് 29 സെക്കൻഡുള്ള വീഡിയോയിൽ വൈറലായിട്ടുള്ള, സോഷ്യൽ മീഡിയയിൽ വൈറലായ 29 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ എന്താണ് കാണുന്നത്? ആർമി പേഴ്സൺ എന്ന് തോന്നിപ്പിക്കുന്ന, എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന ആർമി സൈനികരെന്ന് വിശ്വസിക്കുന്ന ആളുകൾ 3 വ്യക്തികളെ, നേരത്തെ പറഞ്ഞ സിവിലിയൻസ് ആയിരിക്കാം, അവരുടെ വസ്ത്രം ഉരിയുകയും ശേഷം എന്ത് ചെയ്യുന്നു? ചില്ലി പൗഡർ വിതറുകയും മുളക് പൊടി വിതറുകയും ചെയ്യുന്നത് അതിൽ നിന്നും കാണാമായിരുന്നു. ഓക്കെ, ആ വീഡിയോയിലുണ്ട്, അത് വൈറലായി. ദ ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് രജിസ്റ്റേർഡ് എ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ജമ്മു കാശ്മീർ പോലീസ് എന്ത് ചെയ്തു? FIR എടുത്തു അറ്റ് ദ സർണാക്കോട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസാണ് FIR എടുത്തത്. ഓൺ സൺഡേ, ഞായറാഴ്ച. ആഫ്റ്റർ ദ 3 were found dead with multiple injuries. അതായത് ഒന്നിലധികം പരിക്കുകളോടുകൂടി ഈ പറഞ്ഞ 3 ആളുകൾ കൊല ചെയ്യപ്പെട്ടതായി കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സർണാക്കോട്ട് പോലീസ് FIR എടുത്തിട്ടുള്ളത്. ഓക്കെ, ഓൺ ദ ആർമി ചീഫ്സ് വിസിറ്റ് ദ ആർമി സെഡ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ്. അപ്പോൾ ആർമി ചീഫിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സംവദിച്ചു വിത്ത് കമാൻഡേഴ്സുമായിട്ട് ഓൺ ഗ്രൗണ്ട്, താഴേക്കിടയിലുള്ള കമാൻഡേഴ്സുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇൻട്രാക്ട് ചെയ്തു, സംവദിച്ചു. എക്സോർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആഹ്വാനം ചെയ്തു. ആഹ്വാനം ചെയ്യുക. ഓക്കെ, എക്സോർട്ടഡ് ദം ടു കണ്ടക്ട് ഓപ്പറേഷൻസ്. അവരോട് സൈനിക നടപടി, ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു. ഇൻ ദ മോസ്റ്റ് പ്രൊഫഷണൽ മാനർ. എങ്ങനെയാണ് സൈനിക പ്രവർത്തനങ്ങൾ, സൈനിക ഓപ്പറേഷൻസ് ഏറ്റവും പ്രൊഫഷണലായ രീതിയിൽ നടത്തണം. റിമെയിൻ റിസൊല്യൂട്ട്, മാത്രമല്ല വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് ഉറച്ചു നിൽക്കണം. റിമെയിൻ റിസൊല്യൂട്ട് ആൻഡ് സ്റ്റെഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും വളരെ ഉറച്ച തീരുമാനത്തോടുകൂടി, നല്ല ഉറപ്പോട് കൂടിയിട്ട്. റിസൊല്യൂട്ട് ദൃഢനിശ്ചയത്തോടുകൂടി. അപ്പോൾ ദൃഢനിശ്ചയത്തോടുകൂടിയും ഉറപ്പോട് കൂടിയിട്ടും നിലനിൽക്കണം. എഗൈൻസ്റ്റ് ഓൾ ചലഞ്ചസ്, എല്ലാ വെല്ലുവിളികൾക്കുമെതിരെ എന്ന് അദ്ദേഹം എക്സോർട്ട് ചെയ്തു. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എക്സോർട്ട്? ആഹ്വാനം ചെയ്തു. ഏർലിയർ, നേരത്തെ, എ ഡിഫൻസ് സ്പോക്സ്മാൻ, ഒരു പ്രതിരോധ വക്താവ് ഇൻ ജമ്മുവിൽ സെഡ് പറഞ്ഞു. ദ ആർമി ചീഫ് റീച്ച്ഡ് ജമ്മു ഇൻ ദ ആഫ്റ്റർനൂൺ. ആർമി ചീഫ് ഉച്ചയ്ക്ക് ശേഷമാണ് ജമ്മുവിലെത്തിയത്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി, എന്നിട്ട് ഉടനെ തന്നെ ലെഫ്റ്റ് ഫോർ ദ രജൗരി പൂഞ്ച്. അപ്പം തന്നെ രജൗരി പൂഞ്ചിലേക്ക് തിരികെ പോവുകയും ചെയ്തു. രജൗരി പൂഞ്ച് സെക്ടർ ടു റിവ്യൂ ദ ഓപ്പറേഷണൽ പ്രിപ്പയർഡ്നെസ്. അതായത് ഓപ്പറേഷന് വേണ്ടിയുള്ള
സൈനിക നടപടിക്ക് വേണ്ടിയുള്ള ആ സന്നദ്ധത. പ്രിപ്പയർഡ്നെസ് മീൻസ് സന്നദ്ധത, അല്ലെങ്കിൽ അതിനെ സജ്ജമാവുക, സന്നദ്ധത, അതിനുള്ള സന്നദ്ധത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ദ പ്രിവെയിലിംഗ് സെക്യൂരിറ്റി സിറ്റുവേഷൻ, കൂടാതെ നിലനിൽക്കുന്ന സെക്യൂരിറ്റി സിറ്റുവേഷൻസ്, സുരക്ഷാ അവസ്ഥയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി എന്നാണ് ജമ്മുവിൽ നിന്നുള്ള ഒരു സ്പോക്സ്മാൻ പറഞ്ഞത്. ഓക്കെ, ഒരു വക്താവ് പറഞ്ഞത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇതാണ് വാർത്ത. ഈ വാർത്തയിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിച്ച പ്രധാനപ്പെട്ട വേർഡ്സുകൾ, വൊക്കാബുലറീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്ന്, ടേക്ക് ഓഫ്. എന്താണ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നൊരു വേർഡ് കൂടിയാണ്, പക്ഷേ അത് മറ്റൊരർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യാം. ഏതർത്ഥത്തിലാണ്? നമ്മൾ ഈ വിമാനമൊക്കെ ഇങ്ങനെ പറന്നു വരില്ലേ, ടേക്ക് ഓഫ് എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യുക അല്ലേ, കോമൺ കോൺവെർസേഷനിലൊക്കെ ടേക്ക് ഓഫ്. പക്ഷേ അതിന് ഇത്തരം സിറ്റുവേഷനിൽ മറ്റൊരു മീനിങ് ആണുള്ളത്. റിമൂവ് ഫ്രം എ പൊസിഷൻ, സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത വേർഡ് അറ്റാച്ച്ഡ്. അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ സൈനിക തലത്തിൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. താൽക്കാലികമായി മറ്റൊരു യൂണിറ്റിലേക്ക് നിയോഗിച്ചത് അല്ലെങ്കിൽ നിയോഗിക്കുക. അറ്റാച്ച്ഡ് മീൻസ് നിയോഗിക്കുക എന്നാണ് അർത്ഥം. പ്രോബ്. പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അന്വേഷിക്കുക. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റിഗേറ്റ്, ടു ഇൻവെസ്റ്റിഗേറ്റ്. അന്വേഷണം, അതിനെ നൗണായിട്ടും എന്ത് ചെയ്യാം, പറയാൻ സാധിക്കും, അന്വേഷണം. നെക്സ്റ്റ്, ഇൻക്വയറി. അന്വേഷണം, അൻ ഇൻവെസ്റ്റിഗേഷൻ. സിവിലിയൻസ് മീൻസ് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ, സാധാരണക്കാർ. ഓർഡിനറി പീപ്പിൾ, നോൺ മിലിറ്ററി പേഴ്സൺസ്. ഓക്കെ, അടുത്തതായിട്ട് എൻഷുവർ. എൻഷുവർ എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പ് വരുത്തുക. ടു മേക്ക് ഷുവർ ഓർ ഗ്യാരണ്ടി, ഉറപ്പ് വരുത്തുക. ഇംപാർഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, എന്താണ്? അൺബയാസ്ഡ്. ഓക്കെ, ഫെയർ, അൺബയാസ്ഡ്, നിഷ്പക്ഷമായിട്ടുള്ള. നെക്സ്റ്റ്, അൺഐഡൻറ്റിഫൈഡ്. അൺഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയാത്ത, നോട്ട് റിക്കഗ്നൈസ്ഡ് ഓർ നോട്ട് നോൺ. അമിഡ്, ഇടയിൽ, ആ സമയത്ത്. ഇൻ ദ മിഡിൽ ഓഫ് ഓർ ഡ്യൂറിങ്. ഇവിടെ ആ ഡ്യൂറിങ് എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, പ്രിവെയിൽ. പ്രിവെയിൽ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക അല്ലെങ്കിൽ നടമാടുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, ദാറ്റ് മീൻസ് എക്സിസ്റ്റ് ഓർ കണ്ടിന്യൂ ഓർ ഡോമിനേറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. പ്രൊസീജിയർ. എന്താ ഈ പ്രൊസീജിയർ? നടപടിക്രമം. പ്രൊസീജിയർ, എ സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഓർ മെത്തേഡ്സ്. ഓക്കെ, നടപടി. അടുത്തത് അണ്ടർവേ. എന്താണ് അണ്ടർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻ പ്രോഗ്രസ്. ദാറ്റ് മീൻസ് പുരോഗതിയിലുള്ള. ഇൻ പ്രോഗ്രസ്, പുരോഗതിയിലുള്ള. അടുത്തത് ഇൻഡിപെൻഡൻ്റ്ലി, സ്വതന്ത്രമായി. എല്ലാവർക്കും അറിയാവുന്ന വേർഡാണ് സ്വതന്ത്രമായി, അല്ല, ഇൻ എ ഫ്രീ ഓർ സെപ്പറേറ്റ് മാനർ. അടുത്തത് എന്താണ്? കൺസേൺഡ്, ബന്ധപ്പെട്ട. കൺസേൺഡ്, അതുമായി ബന്ധപ്പെട്ട. റിലേറ്റഡ് ഓർ ഇൻവോൾവ്. നാബ്, പിടികൂടുക. ഡീറ്റെയിൻ, പിടിച്ചു വെക്കുക, തടഞ്ഞു വെക്കുക. ഡീറ്റെയിൻ, കസ്റ്റഡിയിലെടുക്കുക. ഹെഡിങ് ടു, ഗോയിങ് ടു ഓർ മുമ്പോട്ട് പോവുക. ഹെഡിങ് ടു. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടലാണ്, ഏറ്റുമുട്ടൽ. ഓക്കെ, എൻകൗണ്ടർ മീൻസ് ഏറ്റുമുട്ടലാണ്, ശ്രദ്ധിക്കണം, ഏറ്റുമുട്ടൽ കേട്ടോ. എൻകൗണ്ടർ ഏറ്റുമുട്ടലാണ്. നെക്സ്റ്റ്, വെൻ വൈറൽ, വൈറലായി. ഇപ്പോൾ നമ്മൾ പുതിയ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വൊക്കാബുലറിയാണ്. ബിലീവ്ഡ് ടു ബി എന്ന് പറഞ്ഞാൽ കരുതപ്പെടുക. തോട്ട് ഓർ അസ്യൂംഡ് ടു ബി, വിശ്വസിക്കപ്പെടുക, കരുതപ്പെടുക. സ്ട്രിപ്പ്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തുണി ഉരിക, വസ്ത്രം അഴിക്കുക, നഗ്നമാക്കുക. ടു റിമൂവ് ക്ലോത്ത്സ് ഓർ മേക്ക് നേക്ഡ്, ദാറ്റ് ഈസ് സ്ട്രിപ്പ്. സ്ട്രിപ്പിംഗ്, സ്ട്രിപ്ഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രിപ്ഡ് പാസ്റ്റൊക്കെ പറയുമ്പോൾ പി ഇരട്ടിക്കും. ഓക്കെ. സ്പ്രിങ്കിൾ മീൻസ് വിതറുക. ചില്ലി പൗഡർ, മുളക് പൊടി. റിസല്യൂട്ട്, സാധാരണ യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് ഫേം ആൻഡ് ഡിറ്റർമൈൻഡ്, നിശ്ചയദാർഢ്യമുള്ള, അതാണ് റിസല്യൂട്ട്. ബി റിസല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക, നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് ബി റിസല്യൂട്ട് എന്ന് പറയും. ഓക്കെ. എക്സോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹ്വാനം ചെയ്യുക. ടു ഏർജ് ഒരു സ്ട്രോങ്ലി അഡ്വൈസ്, ആഹ്വാനം ചെയ്യുക. ഏർജ് എപ്പോഴും പത്രങ്ങളിൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. സ്റ്റെഡ് ഫാസ്റ്റ്. എന്താ സ്റ്റെഡ് ഫാസ്റ്റ്? ഫേം, ലോയൽ ആൻഡ് അൺവേവറിങ്, ദൃഢനിശ്ചയത്തോടുകൂടി, അല്ല സ്ഥിരതയോടുകൂടി. സ്റ്റെഡ് ഫാസ്റ്റ്, സ്ഥിരതയുള്ള. പ്രിപ്പയർഡ്നെസ്. പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്നദ്ധത, തയ്യാറെടുപ്പ്. റെഡിനെസ്, ദറ്റ് ഇസ് പ്രിപ്പയർഡ്നെസ് ഓർ സ്റ്റേറ്റ് ഓഫ് ബീങ് പ്രിപ്പയർഡ്. ഹെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ മുന്നോടിയായി.
മുന്നോടിയായി. ഇനി നമ്മൾ ഈ വാർത്തയിൽ പഠിച്ചിട്ടുള്ള കൊളക്കേഷൻസ്, ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് സഹായിക്കും. ഓക്കെ, ഈ കൊളക്കേഷൻസ് ഡിസ്കഷൻ നല്ലതാണോ എന്നുള്ളതിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ പറയാൻ മടിക്കരുത്. കാരണം നമ്മൾ ഇതുവരെയുള്ളതിൽ കൊളക്കേഷൻസ് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നു. നോക്കൂ, 3 മുതിർന്ന ഉദ്യോഗസ്ഥരെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി. 3 മുതിർന്ന ഉദ്യോഗസ്ഥരെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി. 3 senior officers were taken off their posts. പോലീസ് ഒരു കൊലപാതക കേസ് അന്വേഷിക്കുന്നു. പോലീസ് ആർ പ്രോബിംഗ് എ മർഡർ കേസ്. 3 പൗരന്മാരുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം. ഇൻക്വയറി ഇൻ ടു ദ ഡെത്ത് ഓഫ് 3 civilians. നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പാക്കാൻ. ടു എൻഷ്യൂർ an impartial investigation. To ensure an impartial investigation or to ensure an unbiased investigation. അടുത്തത്, നിലവിലുള്ള സംഘങ്ങൾക്കിടയിൽ നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ amid the prevailing tensions. നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ amid the prevailing tensions. വെടിവെപ്പിന് ഉത്തരവാദികളായവരെ പിടികൂടാനുള്ള തിരച്ചിൽ പ്രവർത്തനം. A search operation to nab those responsible for firing. 8 പേരെ കസ്റ്റഡിയിലെടുത്തു. 8 men were detained. ഓക്കെ, ഈ ന്യൂസിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ വേറൊക്കെ ചിലപ്പോൾ ഒഴിവാക്കാറുണ്ട്. അത് ന്യൂസിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഗ്രാമർ കറക്റ്റ് ആവണമെങ്കിൽ ഇത്തരത്തിലുള്ള ഓക്സിലറി വെർബൊക്കെ ഉൾക്കൊള്ളിക്കണം. 4 സൈനികരുടെ മരണത്തിൽ കലാശിച്ചു. റിസൾട്ടഡ് ഇൻ ദ ഡെത്ത് ഓഫ് 4 soldiers. സൈന്യം ഒരു പ്രവർത്തന മേഖലയിലേക്ക് പോവുകയായിരുന്നു. The troops were heading to an operational area. സൈനികരെന്ന് കരുതപ്പെടുന്ന believed to be army personnel. 3 പേരുടെ വസ്ത്രം ഉരിഞ്ഞുകൊണ്ട്. stripping 3 men. 3 പേരുടെ വസ്ത്രം ഉരിഞ്ഞുകൊണ്ട്. 1 പരിക്കുകളോടെ മരിച്ച നിലയിൽ കണ്ടെത്തി. Found dead with multiple injuries. ഓപ്പറേഷൻ നടത്താൻ അവരോട് ആഹ്വാനം ചെയ്തു. Exhorted them to conduct the operations. നിശ്ചയദാർഢ്യത്തോടെയും സ്ഥിരതയോടെയും നിലകൊള്ളുക. അല്ലെ, ആർമി ചീഫ് പറഞ്ഞാണ്. Remain resolute and steadfast. നിലവിലുള്ള സുരക്ഷാ സാഹചര്യം. The prevailing security situation. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സെഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.